കൂടെ ബേർഡ്സ് എടാ. ഞാനിത് കയ്യിൽ ബിഗ് വണ്ണടാ. മക്കാവ് കുട്ടനാണോ അത്? പേടിക്കണ്ട, ഒന്നും ചെയ്യൂല. ചുട്ടിക്ക് പേടിയോ? നമ്മളിപ്പോ വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഷാർജയിലെ പിക്നിക് സൂലാണ്. നല്ല അടിപൊളി സൂവാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ അജ്മാനിലെ പിക്നിക് സൂ ഇവിടേക്ക് അവിടെ പെർമനന്റ്ലി ക്ലോസ്ഡ് ആണ്. അവിടെ പെർമനന്റ്ലി ക്ലോസ്ഡ് ആണ്. അപ്പൊ അത് ഷാർജയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. അതെ, 5:30 ആകുമ്പോൾ വന്നാൽ മതി. പിന്നെ ടിക്കറ്റ് റേറ്റ് വരുന്ന അഡൾട്ട്സിനാണെങ്കിൽ 25 ദറംസും 20 ദറംസും കിഡ്സിന് 15 ദറംസും അല്ലേ? അങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ഇവിടെയൊക്കെ ഫുള്ള് ബേർഡ്സ് ആണ്, എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഇതുപോലെ ബേർഡ്സ് ഉണ്ട് ഫുള്ള്. ഞാൻ പിന്നെ അങ്ങോട്ട് കൊടുക്കാണ്. യെസ് യെസ്. ഡാഡിന്റെ ഷോൾഡറിൽ. അയ്യോ, ഡാഡിന്റെ ഷോൾഡറിലടാ. ആരത്? അത് ഏത് പേടാ? പാരറ്റ്. യെസ് യെസ്. കൈവച്ചോ വേണ്ടേ? ഒന്നും ചെയ്യില്ലടാ. ബേർഡിനെ താഴെ വെക്കാറായില്ലേ? ഇത് നല്ല വെള്ളയും റോസും കളറിലെ. ഇതിന്റെ മുകളിലൊക്കെ ഇതുപോലെ കൂടുകളില് കുഞ്ഞിക്കളികളുണ്ട്. അവിടെ ഇഷക്കുട്ടി ബേർഡ്സിന്റെ അടുത്ത് കളിക്കാണ്. അവൾക്ക് പക്ഷെ പേടി, വലിയ ബേർഡിനെ കണ്ടപ്പോ വയ്ക്കാനൊക്കെ പേടി അല്ലേ ഇഷക്കുട്ടാ? ബഫല്ലോ. ഇത് ഏതോ ഒരു ചെറിയ കപ്പാണടാ. മഷ്റൂമിന്റെ പോലെ ഇടശക്കൂടെ ഡോങ്കിയൊക്കെ ഉണ്ട് അവിടെ. ദേടാ ഷീപ്പടാ. ഇത് വരുന്നത് നമ്മുടെ സജ്ജയാണല്ലേ? സജ്ജേരി പാപ്പം കഴിക്കണോ? ദേടാ. ആ ദേടാ നോക്കി. അൽപ്പക്ക. അൽപ്പക്കടാ. വൈറ്റ്. ദേടാ അൽപ്പക്ക കുട്ട. ദേടാ അൽപ്പക്ക. ഡോങ്കി. ആ ഡോങ്കി പാപ്പം കഴിക്കുന്നു. ഗൊറില്ല. ഇത് വേറെ ഏതോ ഒരു സാധനടാ, നമ്മള് മുമ്പും കണ്ടിട്ടുണ്ട് ഇതിനെ. ഗൊറില്ലയുടെ പോലെ ഒരു സാധനം, ചെറുത്. നമുക്കറിയില്ല. കങ്കാരു പോലെ ഉണ്ടല്ലോടാ. ഇതാരോ കങ്കാരു ആണോ? വൈറ്റാ. ഇതെന്താ ഒരു പിടിയില്ലട്ടോ. ഓ ഇത് ആക്ച്വലി വൈറ്റ് കങ്കാരു ഉണ്ടോ? ഇനി ബ്ലാക്ക് കങ്കാരു അപ്പുറത്തുണ്ട്. ക്യാമലടാ. ഹലോ ക്യാമൽ. ഇത് നമുക്ക് ഇവിടെ ബ്ലാക്ക് കങ്കാരു ഉണ്ട്. ബ്ലാക്ക് കങ്കാരു കണ്ടാ? അതെ ബ്ലാക്ക് കങ്കാരു ആണ് അവിടെ. ബേബിയാണ്, ബേബി കങ്കാരു ആണ്. ബേബി കങ്കാരു. ബേബി മങ്കി ഉണ്ടോ? ബേബി മങ്കി കൊണ്ട് പേടിച്ചു പോയാ പാപത്തിനാണ്. ബേബി മങ്കി. ആ ബേബി മങ്കി.
പാപ്പം കഴിക്കണ്ട ബേബി മങ്കി. ബിഗ് വൺ. വാവ്. ഇതേടാ ഗോട്ട് ഗോട്ട്. പാപ്പം കൊടുക്കാട്ടാ. പാപ്പം ഉണ്ടോ നോക്കട്ടെ. വെരി ബിഗ്. നോക്കിയേ എന്ത് ബിഗാണോ ഇത്. ഉത്തരം എന്ത് ബിഗാണോ ഈ രക്ഷപ്പെട്ടാ. ഭയങ്കര പവർഫുൾ ആട്ടത്. ഇത്ര ബിഗാണ്. ആ ഡാഡി വന്നടാ. ആ ഇതാരടാ. ഓട്ടാ കൊറേ ഉണ്ടല്ലോ ആശപ്പെട്ടാ. ഈശപ്പെട്ടാ നോക്കി നോക്കിയേ. കഴിച്ചിട്ട് കിടന്ന് അനങ്ങണല്ലടാ. ഫോക്സ് ആണ് ഫോക്സ്. ബേബി ഫോക്സ് ആണ്. അവന് ഓടി കയറി ഉണ്ടാവും. ഓടി മുകളിലേക്ക് കയറി. അവന് ഡക്ക് ആട്ടോ ഡക്ക്. What is that? What's that? Mommy, look. What is that? This is it? No, you know. ഇതാരടാ വേഴാമ്പൽ. ആ അത് ഇതാണ് വേഴാമ്പല്. ഇതെല്ലാം വേഴാമ്പലാണ്. വേറെ വേറെ ടൈപ്പാണ്. നിങ്ങടാ വെള്ളാരം കണ്ണുള്ള കാക്ക. നമ്മുടെ കാക്ക വലിയ സൗണ്ട് നാക്കണ്ടല്ലോ. ഭീകര കാക്കേണ്ടത്. അതാ അടിപൊളിയാണല്ലോ ഇഷ്ടപ്പെട്ടാ. സൂപ്പർ. ഏടാ സൂപ്പർടാ. ഇതാരടാ കുറുക്കൻ വൈറ്റ് കളർ. എന്തോ ഹായ് ഹായ് ചെക്കുട്ടാ. കൊറേ സംഭവങ്ങളുണ്ട് അവർക്ക്. ഫാൽക്കൺ. ആ ഡാഡി വരുന്നു ഡാഡി വരുന്നു ഡാഡി വരുന്നു. ദേടാ ഒരു കൊമ്പ് പോയടാ. കൊമ്പ് ചെറിയ കൊമ്പ് വളഞ്ഞിരിക്കണം. കട്ട് ചെയ്താണോ? കട്ട് ചെയ്ത് കളഞ്ഞു. അത് ഇങ്ങോട്ട് വളഞ്ഞു വന്നിട്ട് ഈ സൈഡിലേക്ക് വളഞ്ഞു വന്നിട്ടാണ് കട്ട് ചെയ്ത. ഹോഴ്സ് ഹോഴ്സ് ഹോഴ്സ്. അട്ടാ വെരി ബ്യൂട്ടിഫുൾ ഹോഴ്സ് അടാ. വാവ് നൈസ്. ഹലോ. ഇത് ബേബി ഡേസ് കുറേ ഉണ്ടല്ലോ അവിടെ. ഓ കുറേ ഉണ്ടടാ. ഡിയർ നമ്മൾ ബേബി ഡിയർ. വാവ് ഡാഡി ടച്ച് ചെയ്തടാ കൊമ്പി. വാവ് നൈസ്. ക്യൂട്ടടാ. ക്യൂട്ട് ബേബി ഡിയർ. ആ എന്ത് പറ്റില്ല. അട്ടാ അൽപ്പക്കന്നെ അല്ലേ ഇതും. അൽപ്പക്കാസ്. ഇവിടെ അങ്ങനെ വലിയ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല അല്ലേ. സാധാരണ ഈ സമയത്ത് നമ്മൾ പുറത്തിറങ്ങുമായിരിക്കും. പക്ഷെ നല്ല നല്ല കാലാവസ്ഥയാണ്. നല്ല രസമുണ്ട്. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ കുട്ടികളെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. അതെ അത് ഈ സമയത്ത് അതെ ഈ സമയത്ത് വരാൻ പറ്റിയൊരു പ്ലേസ് കൂടിയാണ്. കണ്ണൂക്കി എന്റെ പൊന്നെ ഭീകരട്ടാ. കണ്ണൂക്കി
പറ്റി ഇവിടെ അതേ മണല് കളിക്കാം കണ്ടോ. ഫ്ലെമിംഗോസിനെ കണ്ടിട്ട് വന്നിട്ട് കളിക്കാം. ഓക്കെ അടാ വാവ് നൈസ്. ക്യാരറ്റ് കഴിക്കണ നോക്കി റാബിറ്റ്. സ്വിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ കം ഹിയർ. ഓക്കെ ആട്ടാ ഇഷ്ടപ്പെട്ടോ. ഡക്ക് സ്വാൻ ആ വൈറ്റ് പീക്കോക്കടാ നൈസ്. റാബിറ്റ് ഉണ്ട്. റാബിറ്റ് കണ്ടാ ഡോണ്ട് ടച്ച്. കണ്ടടാ വീടതാരടാ. മുകളിൽ വേറെ പീക്കോക്ക്. ഫ്ലെമിംഗോസ്. വാവ് നൈസ് ഫ്ലെമിംഗോസ്. നോക്കി നോക്കി എന്ത് ബിഗ് സ്വാനാ നോക്കിയോ. വെരി ബിഗ്. നോക്കിയത് നൈസ്. ഇവിടെ അതേ റാബിറ്റ് ഇരിക്കുന്നു. റാബിറ്റ് ദേ ഇവിടെ ദേ റാബിറ്റ് ഇരിക്കുന്നുണ്ടോ കണ്ട ഇഷ്ടപ്പെട്ടെ. േടാ അതാരാ അയ്യടാ പേടിയൊക്കെ പോയല്ല. സ്കോട്ട് ബൈക്ക് ഓടിക്കാൻ പോണോ? എത്രയാ ടിക്കറ്റ് റേറ്റ്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹോഴ്സ് റൈഡ് ചെയ്യാൻ പറ്റുന്നതിന് 15 dirhams 4 റൗണ്ട് പോകാൻ പറ്റും. പ്ലേ ഗ്രൗണ്ടിന് ഓക്കെ പ്ലേ ഗ്രൗണ്ട് 15 dirhams. ഇവിടെ ഒരു വലിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ബൈക്കിന്റെ പോണേൽ 10 dirhams. സോ ഈശക്കുട്ടിയും ഡാഡിയും കൂടെ സ്ക്വാഡ് ബൈക്ക് ചെയ്യാനായിട്ട് പോകണം. ഇതാണ് നമ്മുടെ ബൈക്ക്. അടിപൊളി. ഇച്ച ആദ്യമായിട്ടാണോ ഇത് ചെയ്യണേ? അതെ അല്ലേ, നല്ല രസമുണ്ട്. പിന്നെ മാത്രമല്ല വലിയ പൈസ ഇല്ല, 10 dirhams അല്ലേ ഉള്ളൂ. അതെ, നമ്മളിപ്പോ ഡെസേർട്ട് സഫാരിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഓടിക്കുമ്പോൾ 20-25 dirhams എന്തോ വരുന്നുണ്ട്. അത്രയും വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത് 10 dirhams വരുന്നുള്ളൂ. അത് നമുക്ക് കുട്ടികളെ വെച്ച് ഓടിക്കാൻ പറ്റും, സേഫാണ്. യാസ്, ഒരാളിതേ വഞ്ചിയൊക്കെ തുറന്ന്, ഇതൊരു വഞ്ചി ടൈപ്പാണ്. ഇവിടെ കുട്ടികൾ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് മണ്ണില്. അവള് കളി തുടങ്ങിപ്പോ. ഇതിനകത്ത് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഒട്ടും ചൂടില്ല. അങ്ങനെയുണ്ട് പ്ലേസ്. അടിപൊളി അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മളെ അജ്മാലിൽ കണ്ട സൂനേക്കാളും കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തു അല്ലേ? ഇത് നല്ല ഭംഗിയും അടിപൊളിയാണ് കേട്ടോ. അന്ന് കണ്ടതിനേക്കാളും കുറച്ചും കൂടി അത് അന്ന് ഇത്രയും വൃത്തിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒട്ടും ചൂടെടുക്കുന്നില്ല കേട്ടോ ഇതിനകത്ത്. ഒട്ടും തന്നെ ചൂടെടുക്കുന്നില്ല. അപ്പം നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ
വരാൻ പറ്റിയൊരു സ്ഥലമാണിത്. നല്ല അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തോളൂ. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം ഞങ്ങളോട് കമൻ്റ് ആയിട്ട് പറയുക അല്ലേ. യെസ്. അപ്പോൾ ഈശക്കുട്ടി ഇത് അവിടെ കളിക്കാൻ പോയിട്ടുണ്ട്. അവിടെ 2 ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാനോടൊപ്പം അവിടെ കളിയാണ്. ഞങ്ങളിത് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ കുറേ റെസ്റ്റിങ് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. റെസ്റ്റോറൻറ്റിനാണ്, പക്ഷേ നമുക്ക് ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. വെള്ളം ദാഹിക്കുമ്പോൾ വാങ്ങിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഉള്ളത് നമുക്കൊരു ഭാഗ്യമായി. സോ നമുക്കിവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിക്കാവുന്ന. സഞ്ജു ഇനി എന്തെങ്കിലും കഴിക്കാൻ? ഞാൻ ഇറങ്ങുമ്പോൾ പറഞ്ഞതാണ് എനിക്ക് ലുക്കിമത്ത് കഴിക്കാൻ പോണത്. സത്യം പറഞ്ഞാൽ അവിടേക്ക് നമ്മൾ ഇറങ്ങിയതല്ലേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്ലാൻ ആക്കി നമ്മൾ ഈ സൂവിൽ പോയിട്ട് ലുക്കിമത്ത് കഴിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ലാസ്റ്റ് ടൈം ഫെസ്റ്റിവൽ സിറ്റി മോളിൽ പോയപ്പോഴാണ് അത് കഴിച്ചത്. അപ്പൊ അജ്മാനിൽ ഈ ലുക്കിമത്ത് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഓക്കെ അപ്പൊ അവിടെ കുറെ ഫ്ലവേഴ്സിൽ കിട്ടുന്നതാണ് അറിഞ്ഞത്. അപ്പൊ നമുക്ക് അവിടെ പോവാം, ലുക്കിമത്ത് കഴിക്കാം. കട്ടൻ ചായ അല്ലേ, സുലൈമാനി. ലൊക്കിമത്ത് വന്നു. ഇത് ലോട്ടസ്, പിസ്താച്ചിയോ. എങ്ങനെയുണ്ട് നോക്കി ചേ കഴിച്ചിട്ട്? എങ്ങനെയുണ്ട് ചേ? നൈസാണോ? എങ്ങനെയുണ്ട് ലോട്ടസ്? ആണോ? ലോട്ടസ് ഗൈസ്, ഇത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ സൂവിൻ്റെയും അതുപോലെ തന്നെ ഈ ലുക്കിമത്ത് ഷോപ്പിൻ്റെ, ഇത് അജ്മാനിലാണ് വരുന്നത്. അൽ ലുക്കിമത്ത് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ 2ൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി വിസിറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ കമൻറ്റ്സ് രേഖപ്പെടുത്താം. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ എവരിവൺ.